Hello, welcome to a very fresh episode of AAK special program. Yes, നമ്മൾ നിൽക്കുന്നത് AAK ഹൈപ്പർ മാർക്കറ്റിലാണ്. എവിടെയാണ്? നമ്മുടെ മലപ്പുറത്ത് എവിടെയാണ്? തിരൂരാണോ? അല്ല, നമ്മുടെ പുത്തനത്താണിയിൽ ഹാല മാളിൽ പുതുതായിട്ട് AAK ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള AAK ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒത്തിരി പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അവിടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം, കേൾക്കാം. ബൈ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒത്തിരി പേര് ഇവിടെ കാത്തിരിക്കുകയാണെന്നുള്ളത്. എന്തായാലും ഈ ഒരു തിരക്കിനിടയിൽ നമുക്കൊരു ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഇക്ക, എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ. ഷെഫീല. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വരുന്നത് ഇവിടെ പട്ടണക്കാവ് എന്ന് പറയുന്നത് റോഡ്. ഈ ഒരു AAK ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ടാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാവിധ ഐറ്റംസും, വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ കുടക്കിൽ തന്നെ എല്ലാം നമുക്ക് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വില റേറ്റ് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ പുറത്തു നിന്ന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. തിരൂർ ഒരു AAK ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അറിയാവോ? പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ്? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വഴി കഴിഞ്ഞ് എങ്ങനെയാവും എന്നുള്ളത് അറിയാൻ പറ്റില്ല. കുഴപ്പമില്ല, സൂപ്പർ. എങ്ങനെയാണ് വന്നത്? വണ്ടിയിലാണ്? കാറൊക്കെ. അപ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പാർക്കിംഗ് സൗകര്യം അടിപൊളിയാണ്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക പ്രവാസിയാണോ അതോ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്? പ്രവാസിയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, ഗൾഫിൻ്റെ ഒരു ആംബിയൻസിലാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഏകദേശം അതുപോലെ തന്നെ അതിനോട് അടുത്ത് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഏകദേശം അതുപോലെ തന്നെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ ഫോറിൻ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ കുറേ ഹൈപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഗൾഫ് മാർക്കറ്റിലൊക്കെ പോയാൽ മാത്രം കിട്ടുന്നത്. ഇപ്പം ഇക്ക പ്രവാസിയായതുകൊണ്ട് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടുന്ന് മേടിച്ച് വരുന്നതാണോ അതോ ഇവിടുന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മേടിക്കുന്നതാണോ ബെറ്റർ? കാരണം ഇവിടെ കുറേ ഫോറിൻ പ്രൊഡക്ട്സ് കാണാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അവിടെ കിട്ടുന്ന അതേ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവരുടേതായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിൻ്റെ സംഭവങ്ങളായിട്ട് പ്രൊഡക്റ്റായിട്ടുള്ള വരുന്നുണ്ട്. പിന്നെ കാര്യമായിട്ട് എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്ന സെയിം സംഭവങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ പർച്ചേസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയും സെയിം തന്നെയാണ് വരുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ അതിലും കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി എന്ത് തോന്നുന്നു? ഇവിടെ വൈഫിനെ കൂട്ടിയിട്ട് ഇവിടെ വന്ന് അവരുടെ ഇഷ്ടത്തിന് മേടിച്ച് കൊടുക്കുന്നതാണോ അതോ അവിടുന്ന് പ്രവാസ ലോകത്തിരുന്ന് വിളിച്ച് എന്ത് വേണം നിനക്ക് എന്ന് ചോദിച്ചാൽ അവിടുന്ന് മേടിച്ച് കൊണ്ടുവരുന്നതാണോ? ഏതാണ് ബെറ്റർ? അത് രണ്ടും ഇവിടുത്തെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് നല്ലതായിട്ട് തോന്നുന്നത്. അവർക്ക് പർച്ചേസ് ചെയ്യാനും എളുപ്പം. നമ്മൾ അടുത്തായിട്ട് ഇത്രയും വലിയ സ്ഥാപനം വരിക എന്നുള്ള വലിയൊരു സംഭവം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് പ്രൈസിംഗ് ഒക്കെ? എങ്ങനെയാണ്? ഓക്കെ ആണോ? ഫാമിലിയും കൊണ്ട് വന്നാലും കുഴപ്പമില്ല? ഒന്ന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറവ് തന്നെയാണ്. എല്ലാ സംഭവങ്ങളും പുറമെ അന്വേഷിക്കുമ്പോൾ പ്രൈസ് കുറവ് തന്നെ വന്നിട്ടുള്ളത്. ഇനി വരുമ്പോൾ ഇനി നമ്മളില്ലാത്ത ടൈമിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. പോക്കറ്റ് ചിലപ്പം കാലി കൂടുതലേ. ഇത്ര ഹാപ്പിയാണോ? സംഗതിയൊന്നുമില്ല, ഇക്ക ചോദിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ മെയിൻ എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൈസിങ്, ഇവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ് എല്ലാം കൊണ്ടും പ്രവാസ ലോകത്തിരിക്കുന്ന അവർ വരെ പറയുന്നത് ഇനി ഗൾഫിലൊന്നും പോയി സാധനങ്ങളൊന്നും മേടിക്കേണ്ട, നമ്മുടെ ഈ തിരൂരിലോ അല്ലെങ്കിൽ പുത്തനത്താണിയോ മേടിച്ചാൽ നമുക്ക് എല്ലാം ഈ 2 ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. ഇനി നിങ്ങൾ ആ ഒരു പർച്ചേസിങ്ങിലേക്ക് ഇറങ്ങിക്കോളൂ. ഏതായാലും ഈ ഒരു സമയം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും പുത്തനത്താണി പുത്തനാക്കാനായിട്ട് ഈ ഒരു AAK ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഊട്ടി ഉറച്ചിങ്ങനെ നിൽക്കുകയാണ്. എനിവേ, ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.